എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കോഴിക്കോട് കോട്ടയം ജില്ലയുടെ LDC എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷം കിട്ടുന്ന രീതിയിൽ എളുപ്പത്തിലുള്ള മാത്സ് ആൻഡ് മെന്റൽ ചോദ്യങ്ങളാണ് ഇത്തവണ വന്നത് അല്ലെ. നമുക്ക് ഓരോ ചോദ്യങ്ങളും എങ്ങനെ ആണ് ചെയ്യുന്നത് എന്നൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും മാത്സ് വാല്യൂ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ശരത്. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, ഓഡ് വൺ ഔട്ട്, അതായത് ഒറ്റയാനെ കണ്ടെത്തുക അല്ലെ. അപ്പൊ ഇവിടെ 6:38, 9:85, 11:123, 15:227. സോ സംഭവം ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തത് 6:38 എന്ന് കിട്ടുന്നത് 6ന്റെ സ്ക്വയറിനോട് 2 കൂട്ടുന്നതാണ്. 6ന്റെ സ്ക്വയർ 36, 2ഉം കൂടി കൂട്ടുമ്പോൾ അത് എത്രയായിട്ട് മാറി? 38 അല്ലെ. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ 9:85. അവിടെ 9ന്റെ സ്ക്വയറിനോട് 2 കൂട്ടണം. 9ന്റെ സ്ക്വയറിനോട് 2 കൂട്ടുമ്പോൾ 81 + 2 നമുക്ക് എത്ര കിട്ടണം? 84. ഇവിടെ 85 കിട്ടിയത്. നമുക്ക് ബാക്കിയും കൂടി ചെക്ക് ചെയ്താലേ ഓഡ് വൺ ഔട്ട് ഏതാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഓപ്ഷൻ സി എടുക്കാം. 11:123. 123 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയറിനോട് 2 കൂട്ടണം. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. 2 കൂട്ടുമ്പോൾ എത്രയാണ്? 123 അല്ലെ. അടുത്തത് നാലാമത്തെ ഓപ്ഷൻ 15:227. നമുക്ക് 15ന്റെ സ്ക്വയറിനോട് 2 കൂട്ടി നോക്കാം. 15ന്റെ സ്ക്വയർ 225, 2ഉം കൂട്ടുമ്പോൾ നമുക്ക് 227 എന്ന് കിട്ടുന്നു. റെഡിയല്ലേ? ഇനി ഒന്ന് നോക്കി ഏതാ ഓഡ് വൺ ഔട്ട് എന്ന്. ഫസ്റ്റ് ഓപ്ഷൻ 6 ആകുമ്പോൾ 6ന്റെ സ്ക്വയറിനോട് 2 കൂട്ടി. സെക്കൻഡ് ഓപ്ഷൻ 9ന്റെ സ്ക്വയറിനോട് 2 കൂട്ടുമ്പോൾ നമുക്ക് 85 പകരം 83. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഉള്ളത് എന്താണ്? 85. മൂന്നാമത്തെ ഓപ്ഷൻ 11 ആകുമ്പോൾ 11ന്റെ സ്ക്വയറിനോട് 2 കൂട്ടുമ്പോഴാണ് 123. നാലാമത്തെ ഓപ്ഷൻ 15, 15ന്റെ സ്ക്വയറിനോട് 2 കൂട്ടുമ്പോഴാണ് 227. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതുപോലെയുള്ള വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം ഒരു സിംപ്ലിഫിക്കേഷൻ ചോദ്യമാണ്. അപ്പൊ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ബോർഡ് മാസ് പ്രകാരം ആദ്യം ഈ ബ്രാക്കറ്റ് ഫിനിഷ് ചെയ്യണം. ആദ്യം നമുക്ക് അംശത്തിലുള്ള ബ്രാക്കറ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. 168 കൂട്ടണം ബ്രാക്കറ്റിൽ 72/9. 72/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലെ. ഇൻറ്റു 3. റെഡിയല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ താഴെ 2 ഇൻറ്റു അവിടുത്തെ ബ്രാക്കറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പൊ 2 ഇൻറ്റു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. 12 ഹരിക്കണം 4 3. അപ്പൊ 1ഉം 3ഉം കൂടി കൂട്ടിയാൽ അവിടെ എത്രയാണ്? 4. അപ്പൊ നമുക്ക് അവിടെ 4 എന്ന് എഴുതാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടത്തെ ഗുണനം ചെയ്യണം. ഗുണനം കഴിഞ്ഞിട്ടേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 168 കൂട്ടണം 8 ഗുണം 3 24 അല്ലെ. എങ്കിൽ ഹോൾ ഡിവൈഡഡ് ബൈ 8. ഇനി നോക്കിക്കേ, 168ഉം 24ഉം കൂട്ടി. നമുക്ക് 168നോട് ആദ്യം 20 കൂട്ടി നോക്കാം. 168 20 മനക്കണക്ക് ചെയ്യാൻ പറ്റും അല്ലെ. 168 20 188 4ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 192 ഡിവൈഡഡ് ബൈ 8. 19ൽ 8 2 തവണയാണ്. 2 8 16 അല്ലെ. 2 8 16 ബാക്കി ഇവിടെ 3. 3ഉം ഈ 2ഉം കൂടി 32ൽ 8 4 തവണ. സോ നമ്മുടെ ഉത്തരം 24. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഈ 2 ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക അല്ലെ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യമം, മലയാളത്തിൽ മധ്യമം എന്ന് പറയും.
പക്ക SCRT-യിൽ നിന്നുള്ള ചോദ്യമാണ്. 10ാം ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്. LP-UPന്റെ ഒക്കെ സിലബസിൽ എടുത്തു പറഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് മീന്, മീഡിയൻ, മോഡ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നമുക്കിവിടെ എന്താണ് മീഡിയൻ എന്ന് വെച്ചാൽ ഓർത്തു വെക്കുക, തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയിട്ട് അതിൽ മധ്യത്തിൽ വരുന്ന സംഖ്യ എടുക്കും. അതായത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് മധ്യത്തിലുള്ള സംഖ്യ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആരോഹണ ക്രമത്തിൽ എഴുതാം. എന്താ ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറുത് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ചെറുത് 6.10, 6.18, 6.25, 20, 10, 20, 21, 15. ഏതാണ്? 6.10 ആണ്. 6.10 2 തവണയുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് 2 എണ്ണം എഴുതാം. 6.10. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ 6.10 ഈ 6.10 എടുത്തു. അടുത്തത് ഏതാണ്? 6.15 പിന്നെ 6.18. അപ്പൊ നമുക്കിവിടെ എഴുതാം 6.15, 6.17. അടുത്തത് ഏതാണ്? നോക്കിക്കേ, 18 കഴിഞ്ഞാൽ 6.20 അല്ലെ? 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് അതും എഴുതാം 6.20. 2 തവണ 20 അല്ലെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് 6.21 പിന്നെ 6.25. അപ്പൊ നമുക്ക് 6.21, 6.25. മൊത്തം എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8. മൊത്തം നമുക്ക് 8 സംഖ്യകളുണ്ട്. മൊത്തം എത്ര സംഖ്യകളുണ്ട്? 8 സംഖ്യകൾ. നമ്മളിവിടെ എഴുതിയപ്പോഴും 1, 2, 3, 4, 5, 6, 7, 8. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണം 5 ആണെങ്കിൽ നമുക്ക് കൃത്യം നടുക്കൊരു സംഖ്യ എടുക്കാനുണ്ടാവും അല്ലെ? 5 ആണെങ്കിൽ നമുക്ക് കൃത്യം നടുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ാമത്തെ സംഖ്യ എടുക്കും. പക്ഷെ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്, 8 ആണ് ഇവിടെ വന്നത്. അപ്പൊ നമുക്ക് നടുക്കെന്ന് പറയുമ്പോൾ നമുക്ക് 8ന്റെ പകുതി എത്രയാണ്? 4. 8ന്റെ പകുതി എടുക്കുക. 8ന്റെ പകുതി എത്രയാണ്? 4. അപ്പൊ നടുക്ക് നമുക്ക് 2 സംഖ്യകൾ ഉണ്ടാവും, 4ാമത്തെയും 5ാമത്തെയും സംഖ്യ. നിങ്ങൾ നോക്കുക, ഞാനിവിടെ 4ാമത്തെയും 5ാമത്തെയും സംഖ്യ 1, 2, 3. അപ്പൊ 4ാമത്തെയും 5ാമത്തെയും സംഖ്യ എടുത്തു. ഈ 2 എണ്ണം നടുക്ക് വരുന്നില്ല. നോക്കിയേ, വലതുവശത്ത് 3 സംഖ്യയുണ്ട്, ഇടതുവശത്ത് 3 സംഖ്യയുണ്ട്. അപ്പൊ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് കൃത്യം നടുക്കൊരു സംഖ്യ ഉണ്ടാവും, അതായിരിക്കും നമ്മുടെ ഉത്തരം. പക്ഷെ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ നടുക്ക് 2 സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കണം. ഇപ്പൊ ഇവിടെ 6.18 6.20 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കണം. അപ്പൊ നമുക്കറിയാം 6ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 12. 18ഉം 20ഉം കൂട്ടിയാൽ എത്രയാണ്? 38. ഇതിന്റെ പകുതി എടുക്കണം. സോ 12ന്റെ പകുതി 6, 38ന്റെ പകുതി 19. നമ്മുടെ ഉത്തരം 6.19 ആണ്. ഓപ്ഷനിൽ ഉണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി അല്ലെ? 6.19. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ നടുക്കൊരു സംഖ്യ ഉണ്ടാവും, അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ നടുക്ക് 2 സംഖ്യകൾ ഉണ്ടാവും, അത് കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുന്നതാണ് മീഡിയൻ. അതായത് എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുക? മധ്യമം എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചു പേരെ പരീക്ഷയ്ക്ക് സമയം കൂടുതൽ എടുത്ത ചോദ്യമായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? സോ ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ നമ്മുടെ ആൽഫബെറ്റ്സ് ഒന്ന് എഴുതുകയാണ്. നമ്മുടെ ആൽഫബെറ്റ്സ് എഴുതുകയാണ്. നോക്കിക്കേ, 26 ആൽഫബെറ്റ്സിലെ ആദ്യത്തെ പകുതി, അതായത് 13 എണ്ണം ഞാൻ ആദ്യം എഴുതുന്നു. A, B, C, D, E, F, G, H, I,
ജെ കെ എൽ എം. റെഡി അല്ലേ? ആദ്യത്തെ 13 ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത 13 ഞാൻ അതിന്റെ താഴെ തന്നെ എഴുതുന്നു. അതായത് ഇവിടെ നിന്ന് തുടങ്ങുന്നു. എം കഴിഞ്ഞ് എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഇനി നമുക്ക് നോക്കാം. നമുക്കിവിടെ എങ്ങനെയാ തന്നേ? വൈറ്റിനെ എങ്ങനെ എഴുതിയെന്ന് നോക്കിക്കേ. ഡബ്ല്യു എച്ച് ഐ ടി ഇ. അതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ജെ യു വി ജി ആർ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. വൈറ്റ് അല്ലെ? അപ്പൊ ഇവിടെ ഡബ്ല്യു എവിടെയാ ഉള്ളതെന്ന് നോക്കാം. ഡബ്ല്യു എവിടെയുണ്ട്? ഡബ്ല്യുവിന്റെ തൊട്ട് മേലെയുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് എടുക്കാം. അവിടെ കണ്ടോ? ഡബ്ല്യുവിന്റെ തൊട്ട് മേലെ ജെ ആണുള്ളത്. അങ്ങനെയാണ് ഡബ്ല്യു ജെ ആയത്. അടുത്ത വൈറ്റിൽ എച്ച് എഴുതാം. എച്ചിന്റെ കൂടെ വരുന്ന പേര്, തൊട്ട് താഴെയുള്ള പേര് ഏതാണ്? യു. ജെ യു ഐ. അടുത്തത് ഐ. ഐന്റെ പേരായിട്ട് വരുന്നത് എന്താണ്? വി ആണ്. റെഡി ആണല്ലോ? അടുത്തത് ടി. ടി ഇവിടെയുണ്ട്. ടീന്റെ പേരായിട്ട് വരുന്നത് എന്താണ്? ജി ആണ്. അടുത്തതോ ഇ. ഇന്റെ പേരായിട്ട് വരുന്നത് എന്താണ്? ആർ ആണ്. അപ്പൊ എന്താണ് സംഭവം ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇതേപോലെ ബ്ലാക്ക് ഒന്ന് എഴുതി നോക്കാം അല്ലെ? ബി എൽ എ സി കെ. ബി എടുക്കുന്നു. ബിന്റെ പേരായിട്ട് നമുക്ക് കൂടെയുള്ളത് എന്താണ്? ഓയാണ്. എൽ എടുക്കുന്നു. എല്ലിന്റെ കൂടെ നമുക്കുള്ളത് എന്താണ്? ഇവിടെയുണ്ട് അല്ലെ? വൈ ആണ്. ഓ വൈ. അപ്പം തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. നമുക്ക് ഒരു ഓപ്ഷൻ ഒഴിവാക്കാനുണ്ട്. ഇനി നമുക്ക് അടുത്തത് എടുക്കാം. എന്റെ കൂടെയുള്ള പേര് എന്താണ്? എൻ ആണ്. അപ്പൊ ഞാനിവിടെ ഒ വൈ എൻ എഴുതുന്നു. ഇപ്പൊ ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കിയേ. ഒ വൈ എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരൊറ്റ ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ. ഓപ്ഷൻ സി അല്ലെ? ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കൊന്ന് ബാക്കിയും കൂടി എഴുതി നോക്കാം. സി. സി വരുമ്പോ ബ്ലാക്കിലെ സി വരുമ്പോ പി. നോക്കിയേ, ഓപ്ഷനിൽ പി ഉണ്ട്. അടുത്തത് നമുക്ക് കെ. കെന്റെ കൂടെ ആരാണുള്ളത്? നോക്കിക്കേ, കെന്റെ കൂടെ എക്സ്. അപ്പൊ നമുക്കിവിടെ എക്സ് ഉണ്ട്. സോ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഈ ഒരു ഐഡിയ എത്ര പേർക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലേ ഡൗട്ടുള്ളൂ. നമ്പേഴ്സ് ഇട്ടും ഇതേ ക്വസ്റ്റ്യൻ എഴുതാം. 13 ഡിഫറൻസ് വരുന്ന രീതിക്കും നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 75. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. അപ്പൊ നമുക്ക് നോക്കാം. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 അല്ലെ? 4, 6, 8, 10 അങ്ങനെ എവിടം വരെ? 48 വരെ. എവിടം വരെ? 48 വരെ. അപ്പൊ ഇത്രയും സംഖ്യകൾ നമ്മൾ കൂട്ടണം. അപ്പം കുറച്ചു പേർക്കെങ്കിലും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് 50 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. 50 വരെ, മൊത്തം 50 വരെയുള്ള എണ്ണൽ സംഖ്യ എടുത്താൽ അവിടെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 25 എണ്ണാണ് അല്ലെ? 25 ഇരട്ട സംഖ്യകളും 25 ഒറ്റ സംഖ്യകളും. അപ്പൊ 50 വരെ 25 ഇരട്ട സംഖ്യകളാണെങ്കിൽ 48 വരെ എത്രയാണ്? 24. സോ ഇവിടെ 2 തൊട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടാൽ മതി. ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. n ഇൻറ്റു n പ്ലസ് 1. അപ്പൊ 24 എണ്ണമാണ്. നമ്മൾ 24 ഗുണം 25 ഇതങ്ങ് ഗുണിച്ചാൽ മതി. ഗുണിക്കാൻ ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഉണ്ട്. സ്ക്വയർ ഉപയോഗിച്ചിട്ടുള്ള ഷോർട്ട് കട്ടുകൾ നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്. ഒന്നെങ്കിൽ ചെറുതിന്റെ സ്ക്വയറിനോട് ചെറുത് കൂട്ടാം, അല്ലെങ്കിൽ വലുതിന്റെ സ്ക്വയറിന്ന് വലുത് കുറയ്ക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നേരെ ഗുണിക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് 24 ഗുണം 25നെ ഞാൻ 100/4 എന്നൊന്ന് റീപ്ലേസ് ചെയ്യുന്നു. 25 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? 100/4. അപ്പൊ നോക്കിക്കേ, ഇവിടെ 24-ല് 4 6 തവണ 6 ഗുണം 100 600. നമ്മുടെ ഉത്തരം എത്രയാണ്? 600. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ബി. റെഡിയാണ്. ഇത് തന്നെ നമുക്ക് സമാന്തര ശ്രേണിയുടെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം അല്ലെ? പദങ്ങളുടെ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം വെച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നും വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. n/2 ഇൻറ്റു
ആദ്യ പദം പ്ലസ് അവസാന പദം. n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങൾ? നമ്മൾ പറഞ്ഞു 24 പദങ്ങൾ. സോ 24/2 ഇൻറ്റു ആദ്യ പദം 2, അവസാന പദം 47. അപ്പൊ നമുക്ക് 24/2 12 ഇൻറ്റു 2ഉം 48ഉം കൂട്ടിയാൽ 50, 12ഉം 5ഉം ഗുണിച്ച 60, 12ഉം 50ഉം ഗുണിച്ച 600. ഈ രീതിയിലും ചെയ്യാം. സോ ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ക്ലാസ് ചെയ്യുന്ന പാറ്റേൺ ആണ്. അത്യാവശ്യം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവുന്ന ചോദ്യമാണ്. അങ്ങനെ നമ്മൾ 5 ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യം ജോമെട്രിയാണ്. എന്നാൽ വലിയൊരു ക്വസ്റ്റ്യൻ അല്ല. പ്രോബ്ലമായിട്ട് കണക്ക് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നുമില്ല. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. എന്താണ് പറഞ്ഞത്? ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ. ചുറ്റളവ്, ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചതുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 സൈഡും കൂടി കൂട്ടുന്നതാണ്. അങ്ങനെ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശമാണ്. സോ ഓർത്തു വെക്കുക, ഒരേ ചുറ്റളവുള്ളതിലാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം വരുന്നത് 4 വശവും തുല്യമായിട്ട് വരുന്ന ചതുരത്തിന്. 4 വശവും തുല്യമായിട്ട് വരുന്ന ചതുരമാണ് സമചതുരം, അല്ലെ? അപ്പൊ 4 വശവും തുല്യം എന്ന് പറയുകയാണെങ്കിൽ നീളവും വീതിയും തുല്യമാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നീളം വീതിയുടെ പകുതി. നീളം വീതിയുടെ പകുതി എന്ന് പറയുമ്പോൾ അതല്ല. വീതി നീളത്തിന്റെ പകുതി, അതുമല്ല. നീളവും വീതിയും തുല്യം, കണ്ടോ? നീളവും വീതിയും തുല്യം, അത് സമചതുരത്തിനാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ചോദ്യം, അടുത്തതും വളരെ എളുപ്പമുള്ള ഒരു ശ്രേണിയാണ്. 3, 8, 15, 24. അടുത്തത് ഏത്? സോ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വ്യത്യാസം എടുക്കുകയാണ്, അല്ലെ? അപ്പൊ നമുക്കൊന്ന് വ്യത്യാസം എടുത്ത് നോക്കാം. ഇവിടെ 3, 8, 15, 24. അടുത്തത് ഏത്? സോ നിങ്ങൾ നോക്കിക്കേ, 3, 8 ആയത് എങ്ങനെയാണ്? ഇവിടെ ഒരു 5 കൂട്ടിയപ്പോഴാണ്, അല്ലെ? 5, 15 ആയത് എങ്ങനെയാണ്? ഒരു 7 കൂട്ടിയപ്പോഴാണ്. 15, 24 ആവുന്നത് എങ്ങനെയാണ്? 9 കൂട്ടുന്നത്. 5 കൂട്ടി, 7 കൂട്ടി, 9 കൂട്ടി. അപ്പൊ നമ്മൾ അടുത്തത് 11 കൂട്ടണം. എത്ര കൂട്ടണം? 11 കൂട്ടണം. 24ഉം 11. നമ്മുടെ ഉത്തരം 35. ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ ബി ആണ്. അടുത്തത് ഒരു കൃത്യംഗമാണ്, അല്ലെ? ഭിന്നസംഖ്യ ഉപയോഗിച്ചുള്ള കൃത്യംഗത്തിന്റെ ചോദ്യം. ഈ മോഡലും നമ്മൾ ക്ലാസ് ചെയ്തതാണ്. അപ്പൊ നമുക്കിവിടെ 125/8 ഹോൾ ഡിവൈഡഡ് ബൈ 2/3 ഇൻറ്റു 16/625 ഹോൾ ഡിവൈഡഡ് ബൈ 1/2. അപ്പൊ ഈ 125ഉം 8ഉം കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം അത് ക്യൂബാണ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. 125 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബാണ്. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്, അല്ലെ? അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ സോൾവ് ചെയ്യുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 2/3. ഓക്കെ ആണേ? അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ആദ്യം അങ്ങ് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് 5³ ഡിവൈഡഡ് ബൈ 2³ 5/2 ഹോൾ ക്യൂബ് എന്ന് വേണമെങ്കിൽ എഴുതാം. റെഡിയല്ലേ? എന്നിട്ടോ നമുക്കിവിടെ ഹോൾ റേസ് ടു 2/3. നോക്കിക്കേ, ഈ 3ഉം ക്യാൻസൽ ആവും. 2 പവർ വന്നാൽ അത് ഗുണിക്കണം. 3ഉം 2/3 ഗുണിക്കണം. അത് എളുപ്പത്തിന് നമ്മൾ പഠിച്ചു വെച്ചതാണ്. ഇവിടത്തെ കൃതി പവറും ഇവിടത്തെ ഛേദവും വെട്ടിയാണ്. അപ്പൊ നമുക്ക് ഇത്രയേ വന്നിട്ടുള്ളൂ. 5/2 ഹോൾ സ്ക്വയർ. അപ്പോൾ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 2ന്റെ സ്ക്വയർ 4. അപ്പൊ ആദ്യത്തെ ഭാഗം 25/4 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം എടുക്കാം. ഫസ്റ്റ് ഭാഗം എടുത്തു, രണ്ടാമത്തെ ഭാഗം എടുക്കാം. 16/625 ഹോൾ റേസ് ടു 1/2. 16ഉം 625 എന്താന്ന് പറഞ്ഞേ? സ്ക്വയർ ആണ്, അല്ലെ? എന്തിന്റെ സ്ക്വയർ ആണ്? 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. 625 25ന്റെ സ്ക്വയർ ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 1/2. അപ്പൊ നമുക്കിവിടെ 4/25 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 1/2.
ഇവിടെയും നോക്കിയേ 2 കൃതി വന്നു, ഇവിടത്തെ കൃതിയും ഇവിടുത്തെ ഛേദവും വന്നു. അപ്പൊ നമുക്ക് അവിടെ 4/25 എന്നും കിട്ടി. ഇനി നമുക്ക് രണ്ടും കൂടി ഗുണിക്കാനാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെ ഗുണിക്കണം? 25/4 ഇൻറ്റു 4/25. 25 വെട്ടി, 4 വെട്ടി. നമ്മുടെ ഉത്തരം 1. വളരെ എളുപ്പമുള്ള അടുത്ത ചോദ്യവും കിട്ടി നമുക്ക്. നമ്മുടെ ഉത്തരം എത്രയാണ്? 1. ഓപ്ഷൻ എ ആണ്. സോ അടുത്ത ചോദ്യം, രക്തബന്ധം, ബ്ലഡ് റിലേഷൻ അല്ലെ. എന്താണ് പറഞ്ഞത്? അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവന്റെ അച്ഛൻ എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. എങ്കിൽ അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്. നോക്കുക, അമൃത പറഞ്ഞു അവന്റെ അച്ഛൻ അല്ലെ, അനന്തുവിന്റെ അച്ഛൻ. ഞാൻ അനന്തുവിന്റെ അച്ഛൻ അല്ലെ, അനന്തുവിന്റെ അച്ഛൻ ആരാണ്? അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അമൃത ഇവിടെ നിൽക്കട്ടെ. അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാ ഇവിടെ വരും മുത്തശ്ശി അല്ലെ. പറഞ്ഞാൽ അതാരാണ്? അമൃതയും കൂടെ അച്ഛനാണ്, അമൃതയുടെയും കൂടി അച്ഛനാണ്. അപ്പൊ ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. അനന്തുവിന്റെ അച്ഛൻ അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അപ്പോൾ അനന്തുവും അമൃതയും സഹോദരന്മാരാണ്. അപ്പം ബന്ധം നമുക്ക് ഓപ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ്, സഹോദരൻ. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം പുതിയൊരു രീതിയിലൊരു ചോദ്യമാണ്. നമ്മുടെ PSCയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ബാക്കിയുള്ള പരീക്ഷകളിലൊക്കെ ഇത് വരാറുണ്ട്. തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏത്? അതായത് മാച്ച് ചെയ്യാൻ, ഒരേപോലെയുള്ളത് മാച്ച് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. പൊതുവെ നമ്മൾ ഈ മുഹമ്മദ് എന്ന് എഴുതുമ്പോൾ പലരും പല സ്പെല്ലിങ്ങിൽ എഴുതാറുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം. ഇവിടെ MUHAMMED ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം, MUHAMMED. അവിടെ കറക്റ്റ് ആണ് മുഹമ്മദ് അൻസിൽ. രണ്ടാമത്തെ ഓപ്ഷനും അവിടെയും കറക്റ്റ് ആണ് അല്ലെ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, മുഹമ്മദ് അൻസിൽ, അവിടെയും കറക്റ്റ് ആണ്. നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, മുഹമ്മദ് ആണ് അല്ലെ, MO ആണ്. അപ്പൊ ഇതല്ല, ഇതൊരിക്കലും മാച്ച് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം, സാനിയ മൻസിൽ. ഇവിടെ നോക്കിക്കേ, വ്യത്യാസമുണ്ട്. MANZIL ആണ്, ഇവിടെ SIL ആണ്. അപ്പൊ ഈ ഓപ്ഷൻ നോക്കണ്ട, ഇനി അതും പോയി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, സാനിയ മൻസിൽ, അവിടെ കറക്റ്റ് ആണ്. സിയിലും സാനിയ മൻസിൽ കറക്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് എടുക്കാം. എന്താണ്? റോർക്കേല 690732. അപ്പൊ ഇവിടെ RAURKELA ആണ്, ഇവിടെയോ ROUR ആണ്. അപ്പൊ അവിടെയും തെറ്റി. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സാം? വളരെ എളുപ്പമുള്ള ഒരു LDCയുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് 10ൽ 10ഉം വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറയുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.